ഗൈസ്, ഇന്ത്യയുടെ നാഷണൽ ടീമിൻ്റെ കോച്ചസ് എന്ന് വരുമെന്നുള്ളൊരു ചോദ്യം കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ എയറിലുണ്ടല്ലോ. എന്താണെങ്കിലും നമുക്ക് അതിന് ഒഫീഷ്യലായിട്ടുള്ള തന്നെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. എന്താണെങ്കിലും ആപ്ലിക്കൻസിൻ്റെ ഒരു കാര്യം അതിപ്പോൾ ക്ലോസ് ചെയ്യുന്നു. ഇന്നലെ വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 291 ആപ്ലിക്കൻസ് ആണ് ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഒരു കോച്ചിങ് ജോബിലേക്ക് അപേക്ഷ അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലാണ്ട് 100ഓളം UEFA പ്രോ ലൈസൻസ്ഡ് കോച്ചസ് വേണ്ട 20ഓളം AFC പ്രോ ലൈസൻസ്ഡ് കോച്ചസും ഒക്കെ ആപ്ലിക്കൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇനി ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്തിട്ട് ഏതാണ്ട് ജൂലൈ അവസാനത്തോടു കൂടിയായിരിക്കണം ഒരു തീരുമാനം എടുക്കുന്നുണ്ടാകുക എന്നുള്ളതാണ്. കാരണം എന്താണെങ്കിലും ആ ഒരു ഡിസിഷന് വേണ്ടി ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ മുമ്പ് ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞാണ് അന്ന് ഈ ഒരു ലിസ്റ്റിലൊക്കെ ഉണ്ടായേക്കുന്ന താരങ്ങൾ കോച്ചസ് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പം ട്രെവർ മോർഗൻ, മനോല ഹബാസ്, സൈമൺ ഗ്രേസൺ, മാർക്കോ പെസിയോളി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പേരുകളൊക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് പല പേരുകളും ഇപ്പം കേട്ടുപോകും. ISL തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജെറാർഡ് നെസ്സിനെ പോലെയുള്ള കോച്ചിൻ്റെ പേര്, അതുപോലെ തന്നെ റാങ്കോ പൊപ്പോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പൂനെ സിറ്റിയുടെ മുൻ കോച്ച്, അതുപോലെ അങ്കിൾ പാർക്ക്, നമ്മൾ മുമ്പ് കൊറിയൻ കോച്ച്, ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. സോ എന്താണെങ്കിലും ഒരു ബിഗ് ടാസ്ക് തന്നെയായിരിക്കും ഈ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ള AFFനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത്രത്തോളം ആപ്ലിക്കൻസ് വന്നു, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലത്തെ ഒരു അവസ്ഥ. അപ്പം ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചിനെ, അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്സും ഇല്ലാണ്ട് ഒരു ഏറ്റവും ബെസ്റ്റായിട്ടെന്നുള്ള ഒരാളെ തന്നെ ചൂസ് ചെയ്യട്ടെ എന്ന് ഉറപ്പായിട്ടും ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ അങ്കിൾ പാർക്കിനെ പറ്റിയിട്ട് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് ആളുടെ വീഡിയോ ചെയ്തിരുന്നു. അതിന് ഒരുപാട് വ്യൂസും ഒരുപാട് റെസ്പോൺസസ് എസ്പെഷ്യലി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പിന്നീട് ഈ അങ്കിൾ പാർക്കിൻ്റെ ഒരു ഡിസിഷനെ പറ്റിയിട്ട് ഞാൻ തന്നെ ഒരു സ്വയം വിലയിരുത്തലുണ്ട്. കാരണം ആ ഒരു ആർട്ടിക്കിൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് പിന്നീട് കൺസേൺസ് ആണല്ലോ മുഴുവൻ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ടുള്ള നമ്മളിത് കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത്. ഇപ്പം അങ്കിൾ പാർക്ക് വിയറ്റ്നാമിൽ എത്തുന്ന സമയത്ത് വിയറ്റ്നാം ഫുട്ബോൾ ഒരു റവല്യൂഷൻ്റെ ഒരു പാതയിലായിരുന്നു. അവർ യൂത്തിലൊക്കെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ജൂനിയർ ലെവലിലുള്ള ടീമൊക്കെ ഒന്ന് സ്റ്റെപ്പപ്പ് ചെയ്ത് വരുന്ന ഒരു സമയത്താണ് അങ്കിൾ പാർക്കിൻ്റെ ഒരു എൻട്രി. പിന്നെ ആ ഒരു ഫ്ലോയിൽ അദ്ദേഹത്തിന് നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ്. പിന്നീട് അങ്കിൾ പാർക്ക് പോയതിന് ശേഷം അവർക്ക് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതേ തരത്തിൽ അത് ഇന്ത്യയിലെത്തുമ്പോഴും അദ്ദേഹത്തിന് വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺസേൺ, അതിപ്പോൾ ആരുടെ കാര്യത്തിലാണെങ്കിലും ഒരു കൺസേൺ ഉണ്ടല്ലോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം റെഡിഫിൽ സൗത്ത് കൊറിയയുടെ ഒരു ആരാധകൻ, അത് ഇന്ത്യൻ ഫുട്ബോളിനെയൊക്കെ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിലുള്ള ഒരാളെ തന്നെ ചില വാക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് ഞാൻ വായിക്കാൻ ഇടയായിരുന്നു. സോ അതിനകത്ത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പോൾ 66 വയസ്സായി കഴിഞ്ഞു. അപ്പം പുള്ളി കുറച്ചൊരു ഓൾഡ് വേ ഓഫ് കാര്യങ്ങളൊക്കെയാണ് പിന്തുടരുന്നത് എന്നുള്ളൊരു സംഭവം അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ പ്രായമായതുകൊണ്ട് തന്നെ പുള്ളി കുറച്ച് അറഗൻറ്റും ഇപ്പം സെൻസിബിലിറ്റി പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് എങ്ങനെ ഇന്ത്യയിൽ അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രായമായതുകൊണ്ട് തന്നെ ഇപ്പം അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇന്ത്യ പോലെ ഇപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ കിടക്കുന്ന ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് മോട്ടിവേഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളൊരു ചോദ്യം. പിന്നെ ഈ പറയുന്ന പോലെ മറ്റൊരു ഫാക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളന്ന് സംസാരിച്ചും പറഞ്ഞിരുന്നു, ഇപ്പം സ്റ്റിമാച്ചിൻ്റെ ഒരു സാലറി ഓൾമോസ്റ്റ് 3 crore പെർ ഇയർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡബിൾ വരും. അപ്പോൾ അത് ഇന്ത്യക്ക് മാനേജ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. കാരണം സ്റ്റിമാച്ചിൻ്റെ സാലറി തന്നെ വളരെ ഹൈ ആണ്. ഒരു ISL കോച്ചസിനെ കിട്ടുന്നതിനേക്കാൾ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനേക്കാൾ കൂടുതൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡബിളാണ് ഈ ഒരു അങ്കിൾ പാർക്കിനൊക്കെ വരുന്നത്. അത് നമ്മളെപ്പോലത്തെ ഒരു ഫെഡറേഷന് മാനേജ് ചെയ്യാൻ പറ്റും നിലവിലത്തെ ഒരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം കോമ്പൻസേഷൻ പരിപാടികളൊക്കെ ഇങ്ങനത്തെ വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ ഈ ഒരു പാർക്ക് കോച്ച് ചെയ്യുമ്പോൾ വിയറ്റ്നാമിൻ്റെ മാച്ചസ് കാണുമ്പം എടുത്തു കണ്ടുള്ളൊരു കാര്യമാണ്, പുള്ളി ഫുൾ ടൈം ഈ ടച്ച് ലൈനിൽ നിന്നിട്ട് ഇങ്ങനെ പ്ലേയേഴ്സിനെ ആയിട്ട് വളരെ ഈ ചീത്ത വിളിക്കുന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റിമാച്ച് അങ്ങനെയല്ല, പുള്ളി കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട്, പുള്ളി സാധാരണ മാച്ചിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു വലിയ തരത്തിലൊന്നും സംസാരിക്കാറുണ്ടെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കാതെ കാണുന്നില്ല. അപ്പം ഇതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു സ്റ്റിമാച്ചിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കും ഇത്. സോ ഇപ്പോൾ സ്റ്റിമാച്ചിൻ്റെ പേഴ്സണാലിറ്റി പുള്ളി ടു ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് പ്ലേ അങ്ങനത്തെ ഉള്ള കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടുത്ത സൈഡ് വരുമ്പോഴത്തേക്കും അത് ഏത് തരത്തിൽ വർക്കാവും, പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇവിടെ നിനക്ക് പിന്നെ ഏത് കോച്ചിനെയാണ് വേണ്ടത് എന്നുള്ളത്. ആക്ച്വലി ഉറപ്പായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
കംപ്ലീറ്റ് പവർ ആ ഒരു കോച്ചിൻ്റെ കയ്യിൽ ഉണ്ടാകുക എന്നുള്ളത് അത് സ്റ്റിമാച്ചിൻ്റെ കാര്യത്തിൽ ഒരു ഫെയിലിയറാണ്. ഞാൻ ഒറ്റൊരു എക്സാമ്പിൾ പറയാം. പുള്ളിയുടെ പല എക്സാമ്പിൾസും ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പം സുനിൽ ഛേത്രി കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു തരത്തിലാണ് പ്ലേയേഴ്സെ കളിക്കുക എന്നുള്ളൊരു കാര്യം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെയിലിയർ അല്ലേ? കാരണം പുള്ളിയുടെ ഒരു ഗെയിം പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ഒരു പ്ലെയറെ ഡിപ്പെൻഡ് ചെയ്ത് കളി, അപ്പം അത് ഈസിലി ഒപ്പോണൻസിന് അത് മാനേജ് ചെയ്യാൻ പറ്റും. അത് ഉറപ്പായിട്ടും ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലേ, പുള്ളി ഒരു ടു ഫ്രണ്ട്ലി ആണ്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു അപ്രോച്ച്, ഫ്രണ്ട്ലി ആകുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ അറഗൻ്റ് ആകുന്നതും അത്ര നല്ല കാര്യമല്ല ഈ പറയുന്നത് പോലെ. കാരണം അതും ചിലപ്പോൾ നമുക്കൊരു നെഗറ്റീവായിട്ട് ബാധിക്കും ഈ രണ്ടിൻ്റെ ഇടയിൽ. കാരണം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാനേജർ തന്നെ ആയിരിക്കണം, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു മാനേജ്മെൻറ്റ് സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മികച്ചതായിരിക്കണം എന്നുള്ളൊരു ഫാക്ടറുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു AFC ഇപ്പം ഒരു പുതിയ കോച്ച് വരുന്ന സമയത്ത് ഏഷ്യൻ ഒരു ഇൻറ്റൻസിറ്റി എന്താണ്, ഏഷ്യൻ ഫുട്ബോളിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളൊരു മനസ്സിലാക്കുന്ന ഒരു കോച്ചായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂത്ത് ഡെവലപ്മെൻറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഫെഡറേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പൊളിറ്റിക്സും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനേക്കാൾ ബെറ്റർ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിനോടോ അഫ്ഗാനിസ്ഥാനോടോ ശ്രീലങ്കയോടോ ഒന്നും വളരെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊന്നും അല്ലുള്ളത്. നമുക്ക് അവരുമായിട്ടൊക്കെ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പം അതിലേക്ക് ഞാൻ പറയുന്ന പോലെ സ്റ്റിമാച്ചിൻ്റെയൊക്കെ പല ഫാക്ടേഴ്സ് നമുക്ക് ഉറപ്പായിട്ടും ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം അതൊക്കെ നികത്താൻ കഴിയുന്ന, നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ മനസ്സിലാക്കാൻ കഴിയുന്ന, അതുപോലെ ഒരു AFC സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഏഷ്യൻ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു കോച്ച് തന്നെയാണ് നമുക്ക് ആവശ്യം. ഏത് തരത്തിലാണ് ഇന്ത്യൻ ഫുട്ബോളിനെ അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് കാര്യമുണ്ട്. കാരണം പലപ്പോഴും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഫുട്ബോളിന് ഉപയോഗിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത്. ഞാനിപ്പം പ്രത്യേകിച്ച് സ്റ്റിമാച്ചിൻ്റെ ഒരു കാലയളവ് കൂടി കഴിഞ്ഞൊരു നിലയിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ പറയുന്ന പോലെ ടിക്കി ടാക്കോ അല്ലെങ്കിൽ ഷോർട്ട് പാസ് മിഡ്ഫീൽഡ് പൊസഷൻ വെച്ച് കളിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ നമ്മുടെ പ്ലേയേഴ്സൊക്കെ ടാക്റ്റിക്കലി ഒന്നും അത്ര ഒരു ഹൈ ലെവലിലോട്ടൊന്നും ആയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ കുറഞ്ഞൊരു ക്യാമ്പിൽ വരുന്ന സമയത്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഒരു ഈസി ജോബല്ല. അതാണ് സ്റ്റിമാച്ചിൻ്റെ കാര്യത്തിൽ വന്നപ്പം പറഞ്ഞിട്ടുള്ളത്, പുള്ളി പലപ്പോഴും നമ്മുടെ താരങ്ങളെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നൊരു പ്രതീതിയാണ് ഉള്ളതെന്നുള്ളത്. അപ്പം എന്താണ് ചെയ്യാൻ കഴിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും കോൺസ്റ്റൻറ്റൈൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ എന്ന നിലയിൽ നമ്മൾ വയ്ക്കുക എന്നുള്ളതാണ്. കോൺസ്റ്റൻറ്റൈൻ കളിക്കുന്ന പോലെ എന്നുള്ളതല്ല, അതിനേക്കാൾ ബെറ്റർ ടെക്നിക്കൽ പ്ലേയേഴ്സൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പം അതിൻ്റെ രീതിയിൽ ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഞാനൊരു ടാക്ടീഷ്യനോ അങ്ങനെ വളരെ ടാക്ടിക്കൽ ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ളതെന്നുള്ള ഒരാളല്ല. ഞാൻ ഇന്ത്യൻ ഫുട്ബോളിനെ കുറച്ച് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി വിങ്ങേഴ്സ് ഉണ്ട്, വളരെ സ്പീഡി ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഉള്ള വിങ്ങേഴ്സ് ഉണ്ട് ഏഷ്യൻ സ്റ്റാൻഡേർഡിൽ നോക്കുകയാണെങ്കിൽ. അപ്പം നമുക്ക് ഈ കൗണ്ടേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ക്വിക്ക് കൗണ്ടേഴ്സ് എന്നൊക്കെ പറയുന്ന രീതി അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ മികച്ച കാര്യമായിരിക്കും നമുക്ക് ഗോളിലേക്ക് എത്താൻ. ഇപ്പം ചാങ്ദേ, വിക്രം പ്രതാപ്, മൻവീർ സിംഗ് അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് വളരെ സ്പീഡി ആയിട്ടുള്ള കാശി കുര്യനെ പോലത്തെ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പം അത് എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം. പിന്നെ ഇവർക്ക് ആ തരത്തിൽ ഫീഡ് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം അപ്പുയ ആണെങ്കിലും സഹൽ ബ്രാൻഡൻ, ഇപ്പം ഇനി ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ വിപിനെ പോലത്തെ പ്ലേയേഴ്സിനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നമുക്കിപ്പോൾ ഒരു ഡിഫൻസിൽ നിന്ന് പെട്ടെന്നൊരു ലോങ് ഇത് കൊടുത്ത് നമുക്കൊരു കൗണ്ടർ എഫക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട്, അൻവർ അലി. അപ്പം അദ്ദേഹത്തിൻ്റെ ലോങ് ബോൾ അല്ല, അദ്ദേഹം ഒരു സെൻട്രൽ ബാക്ക് ആയിട്ടാണ് കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റീവ് എബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷനും നല്ല രീതിയിലുള്ള പ്ലെയറാണ്. അപ്പം ആ ഒരു തരത്തിൽ ഇപ്പം ഒരു പ്ലെയർ ഇന്ന തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും, അങ്ങനെയൊക്കെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന, നമ്മളുടെ പരിമിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആ തരത്തിൽ ഉപയോഗിക്കുന്ന കോച്ച് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ യൂറോ ഒക്കെ കാണുന്ന സമയത്ത് വളരെ ബിഗ് കൺട്രീസിനെതിരെ റാങ്കിങ്ങിലൊക്കെ ഒരുപാട് പിന്നിലുള്ള കൺട്രീസ് അവർ കളിക്കുന്ന ഒരു മാനേജ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ. അവർ ഈ പറയുന്ന നമ്മുടെ ഒരു ഇന്ത്യയൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ചിലപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാണ്ടായി പോകും. പക്ഷേ ഈ പറയുന്ന പോലെ അതായത് ഇന്ത്യ ടോപ്പ് ഏഷ്യൻ കൺട്രീസിനോട് കളിച്ചുള്ള സാഹചര്യമാണ് പറയുന്നത്. പക്ഷേ ഇപ്പം പോർച്ചുഗലിനോടോ അല്ലെങ്കിൽ സ്പെയിനോടോ ജർമ്മനിയോടോ ഏത് ബിഗ് കൺട്രീസിനെതിരെ ആണെങ്കിലും ഈ പറയുന്ന പോലത്തെ സ്മോൾ റാങ്കിങ്ങിലുള്ള കൺട്രീസൊക്കെ കളിക്കുമ്പോഴത്തേക്കും അവർ മാനേജ് ചെയ്യുന്നു. ഇപ്പം മിഡ് ബ്ലോക്ക് ഇട്ട് കളിക്കുക അല്ലെങ്കിൽ ലോ ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു കൗണ്ടർ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അടിക്കുക എന്നുള്ളൊരു പ്ലാനൊക്കെ ഇട്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകും. അവർക്കൊരു ടാർഗറ്റ് മാൻ വെച്ചിട്ട് നല്ലൊരു ഫിനിഷറായിട്ടുള്ള പ്ലെയർ വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് റൺ ചെയ്യാൻ പറ്റുന്ന വിങ്ങർ വെച്ചിട്ട് ഈ തരത്തിലൊക്കെ അത് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതി ഉണ്ടാകും. അപ്പം
ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് പ്രത്യേകിച്ച് AFC സ്റ്റാൻഡ് അല്ലെങ്കിൽ ഏഷ്യൻ സ്റ്റാൻഡേർഡിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എപ്പം ഈ പറയുന്ന പോലെ ഒരു പൊസഷൻ ബേസ് ഒക്കെ കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന പോലെ സ്മാൾ കൺട്രീസിനൊക്കെ എതിരെ കളിക്കുന്ന സമയത്ത് നമുക്ക് ആ രീതിയിൽ പ്രയോഗിക്കാവുന്നതാണ്. കാരണം ഈ പറഞ്ഞ പോലെ സാഫ് റീജിയനിലുള്ള കൺട്രീസിനോട് ഇപ്പോൾ അവരും ബെറ്ററായിട്ട് വരികയാണ് ഈ പറഞ്ഞ പോലെ ഒറിജിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് തന്നെ. പക്ഷേ നമുക്കിപ്പോൾ സ്റ്റിമാച്ചിൻ്റെ അണ്ടറിൽ കളിക്കുന്ന സമയത്ത് ഒരു പ്രധാന പ്രശ്നമായിരുന്നു, നമ്മൾ ചിലപ്പോൾ ബിഗ് കൺട്രീസിനെതിരെ ഡ്രോ ഒക്കെ നേടും, പക്ഷേ ഈ സ്മോൾ കൺട്രീസിനെതിരെയും ഡ്രോ തന്നെ നേടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ നമുക്ക് അവരുടെ പൂട്ട് പൊട്ടിച്ച് ഗോൾ അടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം അത് ആ ഒരു പ്ലാനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുന്നു, അവരുടെ പ്ലാനിനെ എങ്ങനെ തച്ചുടയ്ക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു പദ്ധതി ഉറപ്പായിട്ടും വേണം. അത് ഒരു 5 വർഷത്തിനിടയിൽ പുള്ളിക്ക് അത് എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു ഡിഫെൻസീവ് പ്ലാൻ, ഒരു ലോ ബ്ലോക്ക് പ്ലാൻ, എതിർ ടീം നമ്മളെക്കാൾ വീക്കർ സൈഡ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് സ്റ്റിമാച്ചിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞാൽ നമ്മുടെ ഒരു മിഡ് ലെവലിലുള്ള ടീമുകൾ, അതായത് നമ്മളെക്കാൾ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയതോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടീമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ടീംസിനോട് കളിക്കുമ്പോൾ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മിക്സ് കളിക്കുക, നമുക്ക് ഒരു പാസിങ്ങും കളിക്കാം, എന്നാൽ നമുക്ക് ഡിഫറെൻറ്റ് പ്ലാൻസ് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സെറ്റ് പീസസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇഗോർ സ്റ്റിമാച്ച് തന്നെ എനിക്ക് തോന്നുന്നു ഒമാനെതിരെ അഫ്ഗാനിസ്ഥാനെതിരെയൊക്കെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഈ സെറ്റ് പീസ് പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. പിന്നീട് പുള്ളി കാര്യമായിട്ട് അത് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഡയറക്റ്റ് ഫ്രീ കിക്കുകളൊന്നുമല്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് കോർണേഴ്സ് അല്ല. ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇൻഡയറക്റ്റായിട്ട് പാസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് കോൺസ്റ്റൻറ്റൈൻ്റെ കാലത്തും പലതരത്തിൽ അത് യൂട്ടിലൈസ് ചെയ്ത് ഒരു ടാർഗറ്റ് മാനെ ഫിക്സ് ചെയ്തിട്ട് അതിലോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഈ ലോ ബ്ലോക്ക് ഗെയിം കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ നമുക്കെതിരെ കളിക്കുന്ന ടീം ലോ ബ്ലോക്കൊക്കെ ഇട്ട് വരുന്നൊരു സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ സ്റ്റിമാച്ചിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുള്ളിയുടെ ഒരു എക്സ്ക്യൂസ് ആയിരുന്നു വളരെ കുറഞ്ഞ സമയമുള്ളൂ, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ക്ലബിന് കിട്ടുന്ന പോലത്തെ സമയമൊന്നും നാഷണൽ ടീമിന് കിട്ടാൻ പോകുന്നില്ല. ചിലപ്പം ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഒരു കുറഞ്ഞ സമയത്തിൽ നമുക്ക് ടീമിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ടാക്റ്റിക്കലി അത്ര ഒരു നോളജ് ഉള്ള പ്ലേയേഴ്സ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേയേഴ്സ് അല്ലാത്ത സാഹചര്യത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം ആ തരത്തിൽ അതിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കോച്ചായിരിക്കണം, അതനുസരിച്ചൊരു ഗെയിം പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളൊരു ഫാക്ടറുണ്ട്. പിന്നെ ഒരു നല്ല സ്കൗട്ടായിരിക്കുക ഒരു കോച്ച് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, മാർസലോ ബിയൽസയൊക്കെ ഒരു അമച്ചർ പ്ലെയറിനെ പോലും അവരുടെ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ദാരിദ്ര്യം ഉണ്ടായ സമയത്ത് ഉറുഗ്വേ പോലൊരു രാജ്യമാണെന്ന് ആലോചിക്കണം സെലക്ട് ചെയ്തു എന്നുള്ളത്. അപ്പം ആ സാഹചര്യത്തിൽ സ്റ്റിമാച്ച് ഏത് സാഹചര്യത്തിലാണെങ്കിലും ISL പ്ലേയേഴ്സിനെ മാത്രമാണ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്താണ് ഒരു I ലീഗിൽ നിന്ന് 2 പ്ലേയേഴ്സിനെ എടുത്തത്. അപ്പം ഒരിക്കലും I ലീഗിൽ നിന്ന് താഴെ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് I ലീഗിലൊക്കെ ഒരുപാട് സ്ട്രൈക്കേഴ്സൊക്കെ കളിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് സ്ട്രൈക്കിംഗ് സോണിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ പിക്ക് ചെയ്യുക. അത് ഒരു ഇപ്പോൾ ഒരു പ്ലെയർ നന്നായിട്ട് ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ മാത്രമല്ല ഒരു കോച്ചിന് ഒരു തരത്തിൽ പിക്ക് ചെയ്യാൻ സാധിക്കണം. ഇപ്പം കോൺസ്റ്റൻറ്റൈൻ്റെയൊക്കെ സാഹചര്യത്തിൽ ആഷിക്കിനെ നാഷണൽ ടീമിൽ എടുക്കുന്ന സമയത്ത് അന്ന് നമുക്ക് ഇത്ര പോലും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ളതൊന്നുമില്ല. അപ്പം എന്തായിരിക്കും ആഷിക്കിനെ പിക്ക് ചെയ്തിട്ടുണ്ടാകുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം അത്രയും പ്രൂവ് ചെയ്തില്ലേ. ഇപ്പം ലാലുൻഷാല ചാങ്തെ എനിക്ക് തോന്നുന്നു അദ്ദേഹം 17ാമത്തെ വയസ്സ് നാഷണൽ ടീം കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ പോലും തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം ആ ഒരു ലെവലിലുള്ള സ്കൗട്ടിങ് അതൊരു കോച്ചിൻ്റെ, ഒരു നാഷണൽ ടീം കോച്ച് പ്രത്യേകിച്ച് ഒരു ഡെവലപ്ഡ് അല്ലാത്ത കൺട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ആ തരത്തിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ കളക്റ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ പുതിയൊരു കോച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിക്കുമെന്നല്ല ഉള്ളത്, പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ തന്നെ പല സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് നമ്മളൊരു ഡൗൺ ഗ്രേഡിലേക്ക് പോയിട്ടുള്ളതാണ്. അതിന് പല കളക്റ്റീവ് റീസൺസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം നിൽക്കുന്ന നിലവിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള രീതി ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി ആയിട്ട് ടിക്കിറ്റാക്ക അല്ലെങ്കിൽ പൊസഷനൊക്കെ കളിക്കണമെങ്കിൽ നമ്മൾ യൂത്തിൽ വർക്ക് ചെയ്ത് ആ ലെവലിൽ ടെക്നിക്കൽ എബിലിറ്റി ഉള്ള താരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഫാക്ടറും കൂടിയുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.